നമുക്ക് ആ അതിദാരിദ്ര്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു വരാം. ഒന്ന്, അതിദാരിദ്ര്യം നിർണയിച്ച മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറേ വിദഗ്ധരും ഈ കാര്യം ചോദിച്ചിരുന്നു. അതിന് തദ്ദേശ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്താണ്? ഇന്ന് നിയമസഭയിൽ ആധികാരികമായ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി ടേബിൾ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത കേരളമാണോ അഗതിമുക്ത കേരളമാണോ കേരളം എന്നതിൽ വ്യക്തത വരുത്തണം. അതിദാരിദ്ര്യരുടെ എണ്ണം എങ്ങനെ 64,006 ആയി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ചോദ്യം. സെൻസസിലെ അതിദരിദ്ര ആദിവാസി കുടുംബങ്ങൾ 1.16 ലക്ഷം 6,400 ആയോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. 5.95 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഇനി ഈ പ്രഖ്യാപനം വന്നാൽ ആനുകൂല്യം കിട്ടാതിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര സഹായം അവസാനിക്കുമോ എന്ന മറ്റൊരു ചോദ്യമുണ്ട്. സർക്കാരിന് കൃത്യമായ മറുപടികളുണ്ട്. ഓരോ ചോദ്യത്തിനുമുള്ള മറുപടികൾ ഇങ്ങനെയാണ്. രീതിശാസ്ത്രം എങ്ങനെയായിരുന്നു? എന്താണ് ഇതിന്റെ മാനദണ്ഡം? എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിയത്? 2021 മുതൽ പദ്ധതി നടത്തിപ്പ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആരോഗ്യം, വിശപ്പ്, വരുമാനമാർഗം, ജീവിത സാഹചര്യം തുടങ്ങിയ മാനദണ്ഡങ്ങൾ. ഈ മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള സർവേയിൽ ഉൾപ്പെടുത്തിയത്. ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകി. അതിദാരിദ്ര്യരെ കണ്ടെത്തിയത് ഒരു ജനകീയ സമിതിയാണ്. വിശദമായ മാർഗരേഖ ഇറക്കി പദ്ധതി നടത്തിപ്പ്. നിർമ്മാർജ്ജനം ചെയ്തത് അതിദാരിദ്ര്യത്തെയാണ്, ദാരിദ്ര്യത്തെയല്ല. പ്രാഥമിക പ്രക്രിയയിൽ 1,18,309 കുടുംബങ്ങളെത്തി. പിന്നീട് വീണ്ടും സൂക്ഷ്മമായി നടത്തിയ പരിശോധനയിൽ 64,006 കുടുംബങ്ങളാണ്. അന്തിമ പട്ടിക തയ്യാറാക്കിയത് ഗ്രാമസഭയിലടക്കം മുൻഗണനാ പട്ടിക ചർച്ച ചെയ്താണ് എന്നാണ് ഇപ്പോൾ വിശദീകരണം വന്നിരിക്കുന്നത്.